ഈ വർഷം സീറോ മലബാർ സഭയിൽ നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുന്ന വിഷയവും പ്രാർത്ഥിക്കുന്ന വിഷയവും സഭാ സമുദായ ശക്തീകരണം എന്നുള്ളതാണ്. സഭയും സമുദായവും രണ്ടും രണ്ടല്ല എങ്കിലും നമ്മുടെ ആത്മബോധത്തിൻ്റെ ഭാഗമാണ് അവ രണ്ടും. നമ്മൾ സഭയുടെ മക്കളാണ്, അതോടൊപ്പം തന്നെ സമുദായ അംഗങ്ങളുമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാവുന്നതാണ്. ഇന്നത്തെ വായന, ഒന്നാമത്തെ വായന ലേഖന വായന യാക്കോബ് ശ്ലീഹായുടേതാണ്. ഈ ആഴ്ചകളിൽ അല്ലെങ്കിൽ നോമ്പുകാലം തുടങ്ങിയ ദിനം മുതൽ നമ്മൾ വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ തന്നെ ആത്മശോധനയ്ക്ക് വിഷയമാക്കണം, വിധേയമാക്കണം എന്നുള്ള ആഹ്വാനമാണ്. നമ്മുടെ പ്രലോഭനങ്ങളെ നമ്മൾ അതിജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കവയെ അതിജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചത്. ഇന്നും അതിൻ്റെ തുടർച്ചയെന്നോണം യാക്കോബ് ശ്ലീഹാ നമ്മളോട് പറയുന്നത് പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. പരീക്ഷകളെ അതിജീവിക്കുന്നവർക്കാണ് ജീവന്റെ കിരീടം ലഭിക്കുന്നത് എന്നും ശ്ലീഹാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുവിശേഷത്തിലും നമ്മൾ വായിച്ചു കേട്ടത് കർത്താവിൻ്റെ വാക്കുകൾ തന്നെ. അവിടുന്നും തൻ്റെ സ്ലീഹന്മാരെ വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാനായിട്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്നാണ്. അപ്പോൾ ഈ ആഹ്വാനമാണ് നമ്മൾ ശ്രവിച്ചത്, നമ്മൾ ശ്രവിക്കുന്നത്. ഒരുപക്ഷെ ഈ ആഹ്വാനത്തിന് മറുപടിയായിട്ട് കൂടിയാണ് നിങ്ങൾ ഈ വചനം ശ്രവിക്കുവാൻ ഈ പന്തലിലേക്ക് വന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മളെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കി തെറ്റിപ്പോയ വഴികളെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഹ്വാനമാണല്ലോ ഈ നോമ്പുകാലം എല്ലാം നൽകുന്നത്. അപ്പോൾ അവയുടെ വെളിച്ചത്തിലാണ് ഇന്നത്തെ വായനയെയും സുവിശേഷത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യ ചിന്ത എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ചവിട്ടുപടികളാണ്. പ്രലോഭനങ്ങള് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ചവിട്ടുപടികളാണ്. വിശുദ്ധരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വിശുദ്ധരെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ എന്നും ചരിക്കുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴെല്ലാം പ്രലോഭനങ്ങളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതാണ് നമ്മളെയും വിശുദ്ധരെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന ഘടകമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ആഹ്വാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നതും കർത്താവിൻ്റെ മാതൃക നമുക്ക് നൽകുന്നതും കർത്താവിൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നതും. അപ്പോൾ അതാണ് ഇന്ന് യാക്കോബ് ശ്ലീഹാ പറഞ്ഞതും അത് തന്നെയാണ്. ദുർമോഹം പാപം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയും പാപം മരണത്തെ ജനിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുവിൻ. പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവർക്ക് കർത്താവ് ജീവന്റെ കിരീടം നൽകുന്നതായിരിക്കും. കർത്താവിന് മാർഗവും പറയുന്നുണ്ട്. നിങ്ങൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നുള്ള ആഹ്വാനമാണ് കർത്താവ് നൽകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാര്യം നമ്മുടെ പ്രലോഭനങ്ങളെയെല്ലാം നമുക്ക് മൂന്ന് ഗണത്തിൽ പെടുത്താവുന്നതാണ്.
കർത്താവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യ ഞായറാഴ്ച, അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച, നോമ്പിന്റെ ആദ്യ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിന്റെ പ്രലോഭനങ്ങളിൽ ഒന്നാമത്തതായിരുന്നു കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുവാനായിട്ട്. രണ്ടാമത്തത് ദേവാലയത്തിന്റെ ഗോപുര മുകളിൽ നിന്ന് താഴേക്ക് ചാടുവാനുള്ള ആഹ്വാനമാണ്. മൂന്നാമത് വലിയ മലമുകളിൽ കയറ്റി നിർത്തിയിട്ട് ലോകം മുഴുവൻ കാണിച്ചുവെന്നാണ് സുവിശേഷകൻ പറയുക. എങ്കിലും കാണപ്പെടുന്ന പ്രദേശമെല്ലാം കാണിച്ചിട്ട് പറയുകയാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് ഞാൻ തരാം. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രലോഭനങ്ങളും ഈ 3 ഗണത്തിൽ പെടുന്നതാണ്. ജഡത്തിന്റെ പ്രലോഭനം, അഹത്തിന്റെ പ്രലോഭനം, ലോകത്തിന്റെ പ്രലോഭനം, അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കൾ നമ്മുടെ മേൽ ചെലുത്തുന്ന സ്വാധീനം. ഇവ 3മാണ് മനുഷ്യകുലത്തിന്, മനുഷ്യവർഗത്തിൽപ്പെട്ട ഏവർക്കും എന്നും എവിടെയും എപ്പോഴും ഉണ്ടാകാവുന്ന 3 തരം പ്രലോഭനങ്ങളാണ് ഇവയെല്ലാം. ശരീരത്തിന്റെ പ്രലോഭനമാണ് ഒന്നാമത്തത്. കർത്താവ് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എവിടെയാണ് എന്ന്. അവർക്ക് തെറ്റുപറ്റിയത് എവിടെയാണ് എന്നുകൂടി നമുക്ക് വായിക്കാം. അവർക്ക് തെറ്റുപറ്റിയത് ഈ പറഞ്ഞ 1ാം ഗണത്തിന്റെ പാപമാണ്, ശരീരത്തിന്റെ പാപമാണ്. സ്ത്രീയോട് സർപ്പം പറയുന്നത് എന്താണ്? ഈ ഇന്ന പഴം ഭക്ഷിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ശരീരത്തിന്റെ താല്പര്യത്തെ തൃപ്തിപ്പെടുത്തുവാനുള്ള ആഹ്വാനമാണ് കർത്താവിനോടും പ്രലോഭകൻ പറയുന്നത്, നീ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക. അപ്പോൾ നമുക്കുണ്ടാകാവുന്ന 1ാമത്തെ പ്രലോഭനം ഈ ശരീരത്തിന്റെ പ്രലോഭനമാണ്. അതിനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വായിക്കാം, പ്രതീകാത്മകമായിട്ട് അതിനെ സ്വീകരിക്കാം. എനിക്കും നിങ്ങൾക്കും എവിടെ, ഏത് സാഹചര്യത്തിൽ, എപ്പോൾ തെറ്റുപറ്റുന്നുവെന്ന് നമുക്ക് കർത്താവിന്റെ വചനം വായിച്ചും വചനം ധ്യാനിച്ചും പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ നമുക്ക് നൽകപ്പെടുന്നത്. അപ്പോൾ 1ാമത്തെ പ്രലോഭനം ശരീരത്തിന്റെ പ്രലോഭനമാണ്. 2ാമത്തെ പ്രലോഭനമാണ് അഹത്തിന്റെ പ്രലോഭനമാണ്. കർത്താവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനായതുകൊണ്ട് നീ താഴേക്ക് ചാടിയാൽ നിനക്ക് യാതൊരു അപകടവും വരികയില്ല. എന്നാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും മുൻപിൽ വലിയവനാകുവാനായിട്ട് നിനക്ക് സാധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ വലിയവനാകുവാൻ, ലോകത്തിന്റെ മുൻപിൽ വലിയവനാകുവാൻ ഒക്കെയുള്ള പ്രലോഭനമാണ് ഈ 2ാമത്തെ പ്രലോഭനം, അഹത്തിന്റെ പ്രലോഭനം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കർത്താവ് ചോദിക്കുന്ന 2ാമത്തെ ചോദ്യം കാണുന്നുണ്ട് അവിടെ. അത് കായേനോടാണ് ചോദിക്കുന്നത്, നിന്റെ സഹോദരൻ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ്. കായേൻ ആബേലിന്റെ ബലി കർത്താവ് സ്വീകരിച്ചത് കൊണ്ട് തന്റെ സഹോദരനെ തന്നെ ഇല്ലായ്മ ചെയ്തിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് കർത്താവ് ചോദിക്കുന്നത്, നിന്റെ സഹോദരൻ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ കർത്താവിനുണ്ടായ പ്രലോഭനവും കായേനുണ്ടാകുന്ന പ്രലോഭനവും നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രലോഭനവുമെല്ലാം ഒന്ന് തന്നെയാണ്, അഹത്തിന്റെ പ്രലോഭനം. ഞാനാണോ വലുത്, നീയാണോ വലുത്, എന്റേതാണോ, എന്റെ താല്പര്യങ്ങളാണോ, നിന്റെ താല്പര്യങ്ങളാണോ പ്രധാനപ്പെട്ടത്? കുടുംബജീവിതത്തിലുണ്ടാകാം, ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകാം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവാം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവാം, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാവാം. ഇവിടെ എല്ലാം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ഈ അഹത്തിന്റെ പ്രലോഭനമായിരിക്കും. നമ്മൾ തട്ടിവീഴുവാൻ സാധ്യതയുള്ള 2ാമത്തെ പ്രലോഭനം ഈ അഹത്തിന്റെ പ്രലോഭനമാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ നേരെ തിരിച്ചു പഠിപ്പിച്ചത്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനും നേതാവായിരിക്കുന്നവൻ ശുശ്രൂഷകനുമാകണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞതും ഈ പ്രലോഭനത്തിന്റെ വഴികളിൽ വീഴാതിരിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. 3ാമത്തെ പ്രലോഭനം നമ്മൾ നോക്കിയാലും 3ാമത്തെ പ്രലോഭനവും ലോകത്തിന്റെ പ്രലോഭനമാണ്. എന്നെ കുമ്പിട്ട് ആരാധിച്ച ദൈവത്തിനുള്ള ആരാധന ദൈവത്തിന് കൊടുക്കാതെ ഭൗതിക വസ്തുക്കള് നമ്മൾ സ്വീകരിക്കുവാനോ ഭൗതിക വസ്തുക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുവാനോ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഈ പ്രലോഭനത്തിന് നമ്മൾ വിധേയപ്പെടുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യവും കാണാൻ സാധിക്കും. ഹാഗാറിനോടുള്ള ചോദ്യമാണ്, നീ എങ്ങോട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. നീ എങ്ങോട്ട് പോകുന്നു? വ്യക്തമായിട്ട് കർത്താവിനറിയാം,
എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. പക്ഷേ കർത്താവ് അവളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യം ഓർമ്മപ്പെടുത്തലാണ്. നിന്റെ ആഭിമുഖ്യങ്ങൾ എന്തൊക്കെയാണ്? നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? നിന്റെ ജീവിതത്തിലെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്? നീ മുൻഗണന നൽകുന്നത് ഏത് കാര്യത്തിനാണ് എന്നുള്ള ചോദ്യമാണ്. ദൈവത്തിനാണോ ഭൗതിക വസ്തുക്കൾക്കാണ്? അപ്പോൾ ഇപ്രകാരമുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാവുന്ന ചോദ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങൾ, നമ്മൾ തട്ടിവീഴാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, ഇവ മൂന്നുമാണ് ഈ ജഡത്തിൻ്റെയും അഹത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രലോഭനങ്ങളാണ്. പക്ഷേ ഞാനെന്ന വ്യക്തി തട്ടിവീഴുന്നതോ വീട് കിടക്കുന്നതോ എവിടെയാണ് എന്ന് ഞാനും നിങ്ങളും, അല്ലെ നമ്മൾ ഓരോരുത്തരുമാണ് പരിശോധിച്ച് കണ്ടെത്തേണ്ടത്. പ്രിയമുള്ളവരെ, അതിനുള്ള സമയമാണ് ഇപ്പോഴത്തെ. ഞാൻ പറഞ്ഞു, പ്രലോഭനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ചവിട്ടുപടികളാണ്. ഈ പ്രലോഭനങ്ങളെ നമ്മൾ എപ്രകാരം അതിജീവിക്കുന്നുവെന്നുള്ളതാണ് നമ്മുടെ ഭാഗധേയം നിർണയിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഞാൻ വിശുദ്ധരുടെ ഗണത്തിലോ ഭാവികളുടെ ഗണത്തിലോ പെടുന്നതിന് അടിസ്ഥാനം ഈ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകാവുന്ന ജഡത്തിൻ്റെയും അഹത്തിൻ്റെയും ലോകത്തിൻ്റെയും പ്രലോഭനങ്ങളെ ഞാൻ എപ്രകാരം സ്വീകരിക്കുന്നു. വിശുദ്ധരുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഇല്ല എന്നല്ല നമ്മൾ പറയുക. വിശുദ്ധരെ വേർതിരിച്ചത് പ്രലോഭനങ്ങളെ അവർ അതിജീവിച്ചവരാണ് എന്നുള്ളതാണ്. കർത്താവിന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കിയത് മനുഷ്യ സഹജമായ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോയപ്പോഴും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ അവിടുന്ന് വചനത്താലും പ്രാർത്ഥനയാലും ശക്തിപ്പെടുത്തി തന്നെ എന്നുള്ളതാണ്. അതാണ് കർത്താവ് നമുക്ക് നൽകുന്ന ആഹ്വാനവും ഇന്നത്തെ സുവിശേഷത്തിലുള്ള ഓർമ്മപ്പെടുത്തലും അത് തന്നെയായിരുന്നു. നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമ്മൾ വചനത്തിലേക്ക് തിരിച്ചു പോയാൽ നമ്മൾ കാണും, പത്രോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരീക്ഷകളിൽ അല്പകാലത്തേക്ക് വേദനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തേക്കാൾ വിലയുള്ളതായിരിക്കും. അപ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതോ പ്രലോഭനങ്ങളെ മറക്കുന്നതോ അല്ല. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വചനത്തിന്റെ ശക്തിയാലും ആത്മാവിന്റെ ശക്തിയാലും പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നവനാണ് കർത്താവിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ, അല്ലെങ്കിൽ കർത്താവിന്റെ പാതയിൽ ദൃഢമായി നിൽക്കുന്നവർ. നിശ്ചയദാർഢ്യമില്ലാതെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പ്രഭാഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ തീച്ചൂളയിലും. സഹനവും പ്രലോഭനങ്ങളുമെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ചവിട്ടുപടികളാണ്. ഓരോ പ്രലോഭനത്തെയും, ജീവിതത്തില് അപ്രതീക്ഷിതമായിട്ട് വരുന്ന സഹനങ്ങളെയും ത്യാഗങ്ങളെയും ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോ പടി ആത്മീയ ജീവിതത്തിൽ വളരുന്നതോ അല്ലെങ്കിൽ ഓരോ പടിയും നമ്മൾ കയറുന്നതോ. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറയും, നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കരുണയുടെ ഗോപണി നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയും. ലാഡർ ഓഫ് മേഴ്സി എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. ഈ കരുണയുടെ ഗോപണി ഉപയോഗിക്കുന്നിടത്താണ് നമ്മുടെ ആത്മാവിലേക്ക്, എൻ്റെ കുറവുകളിലേക്ക് ശരിക്കിറങ്ങി അതിനെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റുന്നത് എവിടെയാണെന്ന്, ഏത് മേഖലയിലാണ് ഞാൻ വീണിട്ടുള്ളത് എന്നൊക്കെ ശരിയായിട്ട് ആത്മശോധന ചെയ്യുവാൻ ഈ ഗോപണി ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. എന്നിട്ട് ഈ ശരിയായിട്ട് നമ്മളെ തന്നെ കണ്ടെത്തിയിട്ട് ആ ഗോപണി ഉപയോഗിച്ച് തന്നെ നമ്മൾ മുകളിലേക്ക് കയറണം. താഴേക്ക് ഇറങ്ങുവാനും മുകളിലേക്ക് കയറുവാനും ഗോപണി എനിക്ക് സഹായകമാണ്. പക്ഷേ ഈ കരുണയുടെ ഗോപണി ഉപയോഗിച്ച് കർത്താവേ, നിന്റെ കരുണ എനിക്കും ആവശ്യമുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം ആത്മശോധന ചെയ്യുന്നവനും ആത്മബോധത്തോടെ, കുറവുകളുടെ ബോധത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നവർക്കുമാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ
അതിജീവിക്കുവാൻ സാധിക്കുന്നത്. അവരാണ് പടിപടിയായിട്ട് ആത്മീയ ജീവിതത്തിൽ കയറുക. അതുകൊണ്ടാണ് ഞാൻ പറയുക, പ്രലോഭനങ്ങൾ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സങ്ങളല്ല, മറിച്ച് നമ്മൾ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോഴാണ് ഓരോ പടി ആത്മീയ ജീവിതത്തിൽ നമ്മൾ മുന്നേറുന്നത്. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. മധ്യകാലഘട്ടത്തിൽ ജീവിച്ച ആവിലായിലെ അമ്മ ത്രേസ്യയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അമ്മ ത്രേസ്യ ആത്മീയ ജീവിതത്തെ കുറിച്ച് തന്നെ പറയുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ദ ഇന്റീരിയർ കാസിൽ എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുക. അതിന്റെ മലയാളം നമ്മൾ പറഞ്ഞാലോ, നമ്മുടെ ആത്മാവിനുള്ളിലെ ഒരു കൊട്ടാരം. ഈ കൊട്ടാരത്തിന് 7 മുറികൾ ഉണ്ടെന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. ഈ 7 മുറികളും ഉള്ളിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതാണ്. ആത്മീയ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് കടക്കുവാൻ. ആദ്യത്തെ മുറിയൊക്കെ പ്രലോഭനത്തിന്റെ മുറികളാണ്. പക്ഷേ അവയെ അതിജീവിച്ചാലേ ഉള്ളൂ എനിക്ക് രണ്ടാമത്തെ മുറിയിലേക്ക് കയറുവാനായിട്ടൊക്കെ സാധിക്കൂ. അതൊക്കെയുമാണ് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രലോഭനങ്ങളെ നമുക്ക് മറക്കുവാൻ പറ്റില്ല, ഒഴിവാക്കുവാൻ പറ്റില്ല. പ്രലോഭനങ്ങൾ മനുഷ്യ സഹജവും മനുഷ്യ ജീവിതത്തിൽ സുലഭവുമാണ്. പക്ഷേ അവയെ എപ്രകാരം നമ്മൾ അതിജീവിക്കുന്നുവോ അതനുസരിച്ചാണ് ഞാൻ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് കയറുക. അതുകൊണ്ട് പ്രലോഭനങ്ങളെ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് സുഭാഷിതം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തും: മൂശയിൽ വെള്ളിയും ഒലിയിൽ സ്വർണവും ശുദ്ധി ചെയ്യപ്പെടുന്നു, ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ്. അപ്പോൾ ആ കർത്താവിന്റെ പരിശോധനയിൽ നമ്മളാകുന്ന സ്വർണത്തിന് തിളക്കമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. ലോകത്തിന് മുൻപിലല്ല, മനുഷ്യരുടെ കാഴ്ചപ്പാടിലല്ല, മനുഷ്യരുടെ മൂല്യ ശ്രേണിക്ക് മുൻപിലുമല്ല നമ്മുടെ സ്വർണം തിളങ്ങേണ്ടത്, മറിച്ച് കർത്താവിന്റെ ദൃഷ്ടിയിൽ തിളങ്ങുന്നുണ്ടോ എന്നുള്ളതാണ്. അവിടെ അതിന് മാറ്റുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വായനയും ഇന്നത്തെ സുവിശേഷവും കർത്താവിന്റെ ഓർമ്മപ്പെടുത്തലുമെല്ലാം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്നാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, when I pray the Lord breathes within me. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നിൽ, എൻ്റെ ഉള്ളിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുകയാണെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു കാഴ്ചപ്പാട്. പ്രാർത്ഥനയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുവാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അനുവദിക്കപ്പെട്ട സമയമായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സമുദായ ശക്തീകരണ വർഷത്തിൽ, സഭാ ശക്തീകരണ വർഷത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ട കാര്യം നമ്മുടെ ആത്മീയ ജീവിതത്തെ ശരിയാക്കുകയാണ്. സഭയും സമുദായവും രണ്ടല്ല. സഭ ശക്തിപ്പെടുമ്പോഴാണ് സമുദായം ശക്തിപ്പെടുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു ആരാധനാ സമൂഹമാണ്. വിശ്വാസത്തിലും പ്രത്യാശയിലും പങ്കുവെക്കലിലും കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുന്ന ആരാധനാ സമൂഹമാണ് സഭാ സമൂഹം. ആ സമൂഹം ആരാധനയ്ക്ക് വേണ്ടിയാണ് ഒരുമിച്ച് കൂടുന്നത്. ആരാധനയാണ് നമ്മളെ ഒരുമിച്ച് ചേർക്കുന്നത്. കർത്താവിന്റെ വചനത്താൽ വിളിക്കപ്പെടുന്നവരാണ് ആരാധന അർപ്പിക്കുവാനായിട്ട് വരുന്നത്. ആരാധനയിൽ നമ്മൾ ഒരുമിക്കുകയും ആരാധനയിൽ നമ്മൾ ശക്തിപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സമുദായവും ശക്തിപ്പെടുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. കാരണം ഇത് രണ്ടല്ല. നമ്മുടെ ആത്മബോധമാണ് വി ആർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. ഈ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി വചനത്തിന്റെ പീഠത്തിലും അപ്പത്തിന്റെ പീഠത്തിലും നിന്ന് ഭക്ഷിച്ചാണ് ശക്തിപ്പെടേണ്ടത്. അങ്ങനെ വചനത്തിന്റെ പീഠത്തിൽ നിന്നും അപ്പത്തിന്റെ പീഠത്തിൽ നിന്നും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ സമുദായം ശക്തിപ്പെടുന്നത്. ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുടുംബങ്ങളും ശക്തിപ്പെടുമ്പോഴാണ് നമ്മുടെ സമുദായം ശക്തിപ്പെടുന്നത്, സഭ ശക്തിപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിലോ, ഒരു സമൂഹം എന്ന നിലയിലോ, ഒരു സഭ എന്ന നിലയിലോ പ്രലോഭനങ്ങളെയൊക്കെ, അത് ജഡത്തിന്റെ പ്രലോഭനമായാലും അകത്തിന്റെ പ്രലോഭനമായാലും ലോകത്തിന്റെ പ്രലോഭനമായാലും എപ്രകാരം ഞാൻ അതിജീവിക്കുന്നു എന്നതനുസരിച്ചാണ് എൻ്റെ സഭയോ എൻ്റെ സമൂഹമോ എൻ്റെ സമുദായമോ ഒക്കെ ശക്തിപ്പെടുന്നതും ശക്തീകരിക്കപ്പെടുന്നതും.